ഹായ് ഗൈസ്, പിന്നെ ഗോതമ്പ് പൊടി കൊണ്ട് ഒരു ദോശയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ജാറിൻ്റെ അകത്ത് ഒരു 2-2.5 കപ്പ് ഗോതമ്പ് പൊടിയും അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു ദോശയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടുള്ള വാട്ടറും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സിയിൽ ഒന്ന് കട്ട പിടിക്കാണ്ട് നല്ല രീതിയിൽ അരച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിരിക്കും. നല്ല നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താലും മതി, പക്ഷേ അതിനേക്കാൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഒട്ടും കട്ടയില്ലാണ്ട് സോഫ്റ്റായിട്ട് കിട്ടും. അത് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിൽ പരത്തിയെടുക്കുക, നല്ലോണം പരത്തിയെടുക്കുക. നല്ല മസാല ദോശയുടെയൊക്കെ ആ ഒരു രീതിയിൽ നന്നായിട്ട് ചുറ്റിച്ച് പരത്തിയെടുക്കുക. അപ്പം ഏകദേശം ഇതിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ച് മറിച്ചിടാം. കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് എടുത്തതിൻ്റെ കാരണം തന്നെ ഒട്ടും എണ്ണ നമുക്കിതിനകത്ത് ഉപയോഗിക്കാത്തതുകൊണ്ട് ഭയങ്കര ഹെൽത്തിയും ആയിരിക്കും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 10-15-20 ദോശയോളം നമുക്ക് ഈ ഒരൊറ്റ മാവിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് എത്രത്തോളം പരത്തിയെടുക്കാവോ അത്രത്തോളം പരത്തിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊരിക്കലും മടുപ്പ് തോന്നത്തില്ല. ഇത് ഗോതമ്പ് ദോശയായിട്ട് തന്നെ നമുക്ക് തോന്നത്തില്ല, ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഏത് കറിയുടെ കൂടെ നല്ല രീതിയിൽ പോകുന്നൊരു ദോശയാണിത്. സാധാരണ ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ നമുക്ക് മടിയായിരിക്കും കഴിക്കാനും ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. ഇപ്പം ഞാനിപ്പോൾ ചിക്കൻ കറിയാണ് എടുത്തേക്കുന്നത്, അതിൻ്റെ കൂടെ ഇത് കഴിച്ച് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ വെക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്യണം.